മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാധ്യമങ്ങളെ കാണുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, ആ വാർത്താ സമ്മേളനത്തിൽ ഡി ബിനോയ് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊന്ന് പറയാമോ? ഇന്നത്തെ സവിശേഷമായ വാർത്താ ദിവസത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രത്യേകമായ ഒരു വിശദീകരണം നടത്തിയ പശ്ചാത്തലത്തിൽ അതിന് മറുപടിയായി കോൺഗ്രസ് നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ആമുഖമായിട്ട് അദ്ദേഹം പറയാനുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനുള്ള സന്ദർഭം എത്തുമ്പോൾ ഡി ബിനോയ് ചോദിക്കാൻ സാധ്യതയുള്ള 10 ചോദ്യങ്ങളോ 5 ചോദ്യങ്ങളോ ഒന്ന് പറയാമോ? സ്വാഭാവികമായും കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കേൾക്കാത്ത തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് ഇന്നും ഇന്നലെയുമായി കോൺഗ്രസ് CPIM-നെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ, അതായത് ഈ അടിയന്തരാവസ്ഥ സമയത്തുണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, അത് വലിയ തരത്തിൽ ചർച്ചയായി. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം എഴുന്നേറ്റ് ഈ CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു നമ്മൾ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട കാരണം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയായ ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്ന് CPIM എടുത്ത നിലപാടുകൾ, അതുമായി ഒപ്പം പ്രത്യേക കൂട്ടായ്മകൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത് തന്നെ ചോദിക്കിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. മാത്രവുമല്ല, നിലവിലെ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം എത്ര കണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴേക്കും പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷതം അവിടെ നിലമ്പൂരിൽ ഉണ്ടാകുമോ, അതോ ഈ തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പിൽ ഉള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് വലിയ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാകും എന്നുള്ളതും ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ സാധ്യത. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം പറയാനുള്ള സാധ്യത, കാരണം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നതാണ് വയനാട്ടിലേക്കുള്ള യാത്ര, അവരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ എടുത്ത ചില നിലപാടുകൾ, ആ നിലപാടുകൾക്ക് ഒരു അംഗീകാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തുരങ്കം പാതയ്ക്ക് ഒരു അനുമതി, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തന്നെ, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമായിരിക്കുന്നു. അതേക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുക. കാരണം സംസ്ഥാന സർക്കാരും കിഫ്ബിയും ഒപ്പം കൊങ്കൺ റെയിൽവേയും ചേർന്നാണ് സംയുക്തമായിട്ടാണ് ഈ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുമായിരിക്കും. ആദ്യത്തെ ഒരു 40 മിനിറ്റ് സംസ്ഥാന സർക്കാരിന്റെ ഇതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷമായിരിക്കും ചോദ്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാവുക. MS. അതെ, വികസനത്തിന്റെ വലിയ മുന്നേറ്റ പാതയിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലുടനീളം 9 വർഷമായിട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് തത്സമയം നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ കേരളത്തിനുള്ള വികസനത്തിൻ്റെ സൂചനയായി കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികമായ അനുമതി നൽകിയിരിക്കുന്നു. എത്രയോ കാലമായി നമ്മൾ അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞങ്ങൾ, ആ യജ്ഞങ്ങൾക്ക് ഫലമുണ്ടാവുന്ന വേളയാണ് ഇത്. വികസനമാണ് ചർച്ചാ വിഷയമാകേണ്ടത്. വികസനമാണ് കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ള ഇനിയുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറേണ്ടത് എന്നുള്ള നിലയ്ക്ക് തന്നെ മുഖ്യമന്ത്രി ആ ചോദ്യത്തിനെ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് കരുതാമെന്നാണ് ഡി ബിനോയ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ആ വാർത്താ സമ്മേളനം വരുന്ന മുറയ്ക്ക് നമ്മൾക്ക് തിരികെ എത്താം. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകി.